ടോപ്പ് സിംഗറിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാർക്ക് വോട്ട് ചെയ്യാൻ MMC ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സുൽത്താൻ മാരു തുരുമിത്തിരിക്കാൻ ആരാടാ ബേബി ഇതിലാരാടാ ഊരി ആരാടാ ബേബി ഇതിലാരാടാ ഊരി താമര കുരുവിക്ക് തട്ടമിട് തങ്കക്കിനാവിന്റെ കമ്മലിട് അരിമുല്ല കഴുത്തിലെ ഏലസിട് സുറുമക്കണ്ണിണയിലെ സൂര്യനിട് പെൺമണി മുനിറത്ത വമ്പനാവാം വീരുന്നുകാരൻ കപൂലാക്കി വാഴ്ത്തിടേണം കിനാവുത്ത പെൺമണി മുനിറുത്ത വമ്പനാവാം വീരുന്നുകാരൻ കെട്ട കിസ് പാട്ടായി പല കിസ്സയോധനം റംസാൻ നിലാവായി റുമാലൊന്നു തുന്നണം പിച്ചളപ്പും കൊളുത്തുള്ള മച്ചകത്തെ വാതിലടച്ചാരം കൊടുത്താൽ അരിമുല്ല കൊടി കൊണ്ട് വിരിയിട്ട കട്ടിലുമേൽ അലുക്കു കിലുങ്ങുമ്പോൾ കിലുങ്ങണം
താൻ മാറത്തൊരുമിച്ചിരിക്കാൻ ആരാടാ ബേബി ഇതിൽ ആരാടാ ഊരി ആരാടാ ബേബി ഇതിൽ ആരാടാ ഊരി താമരക്കുരുവിക്ക് തട്ടമിട് തങ്കക്കിനാവിന് കമ്മലിട് അരിമുല്ല കഴുത്തിലെ ഏലസിട് സുറുമക്കണ്ണിണയിൽ സൂര്യനിട്. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6ന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ മത്സരം അതിന്റെ ഫിനാലെ ഘട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയും തോറും വാശിയേറിയ മത്സരമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒക്കെ കൂടെ നമ്മുടെ കുട്ടികൾ അവരുടെ മാക്സിമം പെർഫോം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിനോടൊപ്പം അവർക്ക് ഒരു കാര്യവും കൂടി അത്യാവശ്യമായിട്ട് വേണ്ടതുണ്ട്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ പ്രേക്ഷകരുടെ സപ്പോർട്ടാണ്. പ്രേക്ഷകർ അത് ഒരുപാട് കൊടുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും പ്രേക്ഷകർക്ക് ഇപ്പോൾ നമ്മുടെ ടോപ്പ് സിംഗറിലെ കുട്ടികളെ നേരിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓരോ കണ്ടസ്റ്റൻസും പാടുന്ന സമയത്ത് താഴെ നമ്മുടെ സ്ക്രീനിൽ ഒരു QR കോഡ് കാണുന്നതായിരിക്കും. അത് സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഫ്ലവേഴ്സിന്റെ തന്നെ ആപ്പായിട്ടുള്ള മില്യൺ മലയാളി ക്ലബ്ബ് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് വോട്ട് കാസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അതല്ല ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്യുന്ന സമയത്ത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ നമുക്ക് വരും. അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടമുള്ള കണ്ടസ്റ്റൻസിന് നമുക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ എല്ലാ പ്രേക്ഷകരും കുട്ടികളെയൊക്കെ നല്ലോണം സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല പാട്ടുകളൊക്കെ കേൾക്കാൻ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. തുടങ്ങുന്നതിന് മുന്നേ ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് പേരെ നമുക്ക് വെൽക്കം ചെയ്യാനുണ്ട്. ലെറ്റ്സ് വെൽക്കം നമ്മുടെ സ്വന്തം MJ അങ്കിൾ, ഉണ്ണി അങ്കിൾ ആൻഡ് ആര്യ ചേച്ചി. വെൽക്കം. നമുക്ക് തുടങ്ങാം. ആര്യ ചേച്ചി, മെലഡി റൗണ്ട് ആണ്. ഒരു സൂപ്പർ മെലഡി സോങ്ങുമായിട്ട് MJ അങ്കിളുടെ കുട്ടുമണി എത്താൻ പോവാണ്. ലെറ്റ്സ് വെൽക്കം പാർത്ഥിവ് ഓൺ സ്റ്റേജ്. ഹലോ കുട്ടുമണി ഇന്നൊരു വെറൈറ്റി ഷർട്ട് ഒക്കെ ആട്ടോ. ഒരു ഒട്ടകമൊക്കെ ഉണ്ടല്ലോ ഷർട്ടില്. മൊത്തത്തിൽ ഒരു ജീവിതശൈലി. ജീവിതശൈലിയോ? പല പല നാട്ടിലെ പല പല ജീവിതങ്ങൾ ആണോ ഷർട്ടില്? തിരിഞ്ഞു നോക്കട്ടെ. ഡെസേർട്ടും അല്ലേ ആയിരിക്കും. ആയിരിക്കും. സ്വന്തം കണ്ടുപിടിച്ചാണോ? ഓക്കെ, ഇത് ആന. ഇവിടെ ആന. ഇത് വേറെ രാജസ്ഥാൻ അങ്ങോട്ടും അല്ലേ. രാജസ്ഥാൻ. തിരിഞ്ഞാ നോക്കട്ടെ. സെയിം പ്രിന്റ് തന്നെയാ. സെയിം പ്രിന്റ്. ഇത് കൊള്ളാലോ. നല്ല കോമ്പിനേഷൻ കേട്ടോ. ഒരു വെറൈറ്റി. അതെ അതെ. ഒരു സ്കൈ ബ്ലൂ കളറും ഒരു ലൈറ്റ് ബ്രൗണിഷ് അല്ലേ? കൊള്ളാം. എന്തായാലും ഇഷ്ടപ്പെട്ടു. സ്മാർട്ട് ആയിട്ടുണ്ട്. യെസ്. എന്താണ് വിഭവം? എന്താണ് ഇന്നത്തെ വിഭവം? കാടുകൾ ഉള്ളിലേക്കുള്ള കുറേ ജീവിതം. കാടിന്റെ ഉള്ളിലേക്കുള്ള ജീവിതം. മൊത്തത്തിൽ പലരുടെ ജീവിതം. പാട്ടിൽ അതാണോ പ്രൊജക്ട് ചെയ്തത്? ഇതിന്റെ ഈ സിനിമയ്ക്കകത്ത് മോസ്റ്റ്ലി കുറെ കടുവ, ഒരു ഫുള്ളി ഒരു ഗ്രാമം അങ്ങനൊക്കെ. ഓക്കെ, പാട്ടിലൂടെ അത് പ്രൊജക്ട് ചെയ്യണം അല്ലേ? അപ്പൊ എന്തൊക്കെയാണ്, പറയൂ ഡീറ്റെയിൽസ്. പാട്ട് ഒരിക്കൽ നിറഞ്ഞു ഒരിക്കൽ മെലിഞ്ഞും ഒഴുകും പുഴ പോലെ അല്ലേ? ബ്യൂട്ടിഫുൾ സോങ്. ഇയർ 1989. മൂവി മൃഗയ. മ്യൂസിക് ശങ്കർ ഗണേഷ് സാറ്. ലിറിക്സ് ശ്രീകുമാരൻ തമ്പി സാറ്. പിന്നെ പാടിയത് KJ. ഗുഡ്. തുടങ്ങാം.
മിടുകൻ. താങ്ക് യു. കുട്ടുമണി എന്തോ കഷ്ടപ്പെട്ട് പഠിച്ചല്ലേ? യെസ്. അതിന്റെ ആ ഫലം കേൾക്കാനുണ്ട് പാട്ടില്. താങ്ക് യു. ഒരു ഉഗ്രൻ കയ്യടി, നല്ലൊരു ഫ്ലോ ഉണ്ടായിരുന്നു പാട്ടിന്. താങ്ക് യു. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ കുട്ടുമണിയുടെ ആ ഒരു ഓറ, ആ ഒരു പ്രസൻസ് ഈ പാട്ടിലും എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. താങ്ക് യു. അപ്പോൾ മെയിനായിട്ട് എനിക്ക് പറയാൻ തോന്നിയത് ഒരുപാട് അടിപൊളി സ്ഥലങ്ങളുണ്ടായിരുന്നു, താങ്ക് യു. നല്ല നല്ല ഭാഗങ്ങളുണ്ടായിരുന്നു. താങ്ക് യു ചേച്ചി. എനിക്ക് ആ കൊതിച്ചതെല്ലാം നേടിയ ഒരാളെ തിരഞ്ഞു ഞാൻ വലഞ്ഞു എന്ന് പറയുന്ന ആ ഒരു ഭാഗം അതിൽ തേടിയ ഒരാളെ എന്നാണ് പാടിയത്. കൊതിച്ചതെല്ലാം തേടിയ ഒരാളെ എന്നാണ് പാടിയത്. കൊതിച്ചതെല്ലാം തേടിയ ഒരാളെന്ന്. ആ, കൊതിച്ചതെല്ലാം നേടിയ ഒരാളെ. ആണോ? ആ, ആ. കൊതിച്ചതൊക്കെ കിട്ടിയ ഒരാളെ തിരഞ്ഞ് ഞാൻ വലഞ്ഞു. ആ, അങ്ങനെ ഒരാളില്ല ആ, എന്നാണ്. അവൻ ദൈവമല്ലോ എന്നാണ് ആ. പറയണത് കേട്ടോ. അങ്ങനെയാണ് എനിക്ക് മൊത്തത്തിൽ എനിക്ക് പ്രൊനൗൺസ് ചെയ്തത് എന്ത് തോന്നുന്നു എന്ന് പറഞ്ഞാൽ, ചില അക്ഷരങ്ങൾ നമ്മൾ ഇപ്പം തക്കിട്ട തക്ക തീമ്പി തക്കിട്ട തക്ക തീമ്പി പാടുമ്പോഴത്തേക്കും ഒരിക്കൽ നിറഞ്ഞും ആ റാ അവിടെ പ്ലേസ് ചെയ്ത് വെക്കണം. അതുപോലെ ഒരിക്കൽ മെലിഞ്ഞും ആ ല, അതിൻ്റെ ആ സൗണ്ട് ഉണ്ടല്ലോ, നിറഞ്ഞും മെലിഞ്ഞും തളിർക്കും വിളറും. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ആ അക്ഷരങ്ങൾ അവിടെ കറക്റ്റ് പ്ലേസ് ആവാതെ ഇങ്ങനെ ആ ഒരു ഫ്ലോയിൽ അങ്ങനെ അങ്ങ് പോകുന്ന പോലെ തോന്നി. പല സ്ഥലത്തും അത് ഞാൻ നോട്ട് ചെയ്തു. ഇവിടെ ജീവിതങ്ങൾ താ ആണ് അവിടെ. അപ്പൊ കുട്ടുമണി അത് പറയുമ്പോഴത്തേക്ക് ഇവിടെ ജീവിതങ്ങൾ എന്നായി പോന്നു കേട്ടോ. ഇവിടെ ജീവിതങ്ങൾ. അത് കഴിഞ്ഞിട്ട് എന്താവുന്നു എന്ന് പറഞ്ഞാൽ ചെറിയൊരു വിബ്രാറ്റോ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം എല്ലാം കൂടെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല ഫ്ലോ ഉണ്ട്, പക്ഷെ ആ അക്ഷരങ്ങൾക്ക് അതിനൊരു ഗ്രിപ്പ് കിട്ടാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ, ഓവറോൾ സോങ്ങിൽ അതാണ് ഫീൽ ചെയ്തത്. പിന്നെ എനിക്ക് തോന്നിയത് അനുപല്ലവിയിൽ ദൈവമല്ലോ അതും ദൈവമല്ലോ എന്ന് പറയുന്നത് എന്താ തോന്നിയേ? ആ, ഒരു ടൈമിംഗ് പ്രശ്നം തോന്നിയോ? എനിക്ക് തോന്നി. ചെറിയൊരു ബ്രെത്ത് എടുക്കാൻ വേണ്ടി ഒന്ന് ലാഗ് വന്ന പോലെ ഫീൽ ചെയ്തു കേട്ടോ. പക്ഷെ ആ സംഗതി ഉഗ്രനായിരുന്നു. പക്ഷെ അത് ബ്യൂട്ടിഫുൾ ആയിരുന്നു. യെസ്. എന്തായാലും ബ്യൂട്ടിഫുൾ പെർഫോമൻസ് ആയിരുന്നു. മിടുക്കനായിട്ട് പെർഫോം ചെയ്തു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. എപ്പോഴും പ്രൊനൗൺസ് ചെയ്യുമ്പം കറക്റ്റ് ആ അക്ഷരം എന്താണോ അതിന്റെ സിലബിൾ അത് തന്നെ അത് പ്രൊനൗൺസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്യുക. റ, ആ, ഹ, 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 ഇ, 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 ഉ, 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 ഓ, ഓ, യു. വവൽസ് വേണമെങ്കിൽ ഇംഗ്ലീഷിലും ചെയ്തോ കേട്ടോ. അതൊക്കെ കറക്റ്റ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ അക്ഷരങ്ങൾ പറയുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് അത് നമുക്ക് പാട്ടിൽ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, മിടുക്കനാണേ. ഓൾ ദി ബെസ്റ്റ്. പാർത്തിക്കുട്ടാ, എന്താ സർ? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വളരെ ശ്രദ്ധിച്ച് മനോഹരമായി പാടി. താങ്ക് യു സർ. ഇതൊരു ഫിലോസഫിക്കൽ സോങ് ആണ്, തമ്പി സാറിന്റെ ഫിലോസഫിക്കൽ സോങ്. അപ്പോൾ വേർഡ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ അത് മോൻ കുറച്ചുകൂടി ഒന്നുകൂടി കെയർ എടുക്കാറുണ്ട്. ഓക്കെ, നിറഞ്ഞും മെലിഞ്ഞും എന്നൊക്കെ പറയുമ്പോൾ ആ വേർഡ്സ് ഒക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് ഇരുന്നാൽ, അത് കറക്റ്റായിട്ട് ആ ടെമ്പോയിലൊക്കെ ഇരുന്നാൽ കുറച്ചുകൂടി സുഖം ഉണ്ടാവും. പക്ഷെ മോൻ പാടിയത് ത്രൂ ഔട്ട് നല്ലൊരു സുഖം ഉണ്ടായിരുന്നു കേൾക്കാൻ. നേടിയൊരാളെ അത് തെറ്റിപ്പാടി, അതൊന്ന് തേടിയൊരാളെ എന്നാ പാടിയത്. അതൊക്കെ ശ്രദ്ധിക്കണേ. പക്ഷെ എനിക്ക് ടോട്ടലി പാടുന്നത് കേൾക്കാനൊരു സുഖം ഉണ്ടായിരുന്നു, കാണാനും സുഖം ഉണ്ടായിരുന്നു. വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. കുട്ടുമണി, എന്തോ കുറച്ച് ദിവസങ്ങളിലായിട്ട് നീ കൊണ്ടുവന്ന പാട്ടുകളിൽ ഇത് വളരെ കുറച്ചും കൂടെ മെച്ചപ്പെട്ട് നിന്നു എന്നാ എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പൊ അത് കുറച്ചും കൂടെ ചില്ലായിരുന്നു. ടെൻഷൻ അത്ര കണ്ടില്ല വെളിയിലോട്ട്. ഉള്ളിലുണ്ടോന്ന് അറിഞ്ഞൂടാ, പക്ഷെ വെളിയിൽ അധികം കണ്ടില്ല. അതിന്റെ ഗുണം ഉണ്ടായിരുന്നു ഈ പെർഫോമൻസ് കേട്ടോ. പിന്നെ എനിക്ക് നീയൊരു അപൂർവ ഐറ്റം ആയതുകൊണ്ട് നിന്നോട് എനിക്ക് പറയാനുള്ള വേറൊരു ഐറ്റമാണ്. അതെന്ന് പറയുന്നത് താളത്തിനെ പറ്റിയുള്ള ഒരു ഐറ്റം. ഐറ്റം വേറെ. അതെ, ഇപ്പോ 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 ഈ അത് തക്കിട്ട 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 അങ്ങനെ പറയാലോ. അപ്പൊ ഈ തക്കിട്ട എന്ന് പറയുമ്പോ അതിനെ തിശ്രം എന്ന് പറയും. എന്താണ്? that is 3. You count 3, then it is തിശ്രം. കേട്ടിട്ടുണ്ട്.
തിശ്രം. തിശ്ര ഏകതാളം ഒക്കെ കേട്ടിട്ടുണ്ട്. താളം വിടുക. ആ. ഇപ്പൊ ആ ജസ്റ്റ് തിശ്രം എന്നുള്ള ഓർക്കുക. ഉം. അപ്പൊ 3 എന്ന് പറഞ്ഞാൽ മൂന്നെന്ന് വെച്ചാ തൃശ്ര. തിശ്ര. തൃശ്ശയോ? തിശ്ര. തിശ്രം. മൂന്നെന്ന് പറഞ്ഞാൽ തൃഷ. തിശ്ര. തിശ്രം. ഓക്കെ. തിശ്രം. 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 ആ. ഓക്കെ. ഇനി 4 എന്ന് പറഞ്ഞാൽ 1 2 3 4 1 2 3 4 തക്ക ദിമ്മി തക്ക ദിമ്മി. അതെന്താണ്? ചതുശ്രം. ചതുശ്രം. അത് ചില ആൾക്കാർ ചതുരശ്രം എന്നൊക്കെ പറയും. അങ്ങനെയല്ല, ചതുശ്രം. ചതുശ്രം. ഓക്കെ. അപ്പൊ 3 എന്ന് പറഞ്ഞാൽ തിശ്രം. തിശ്രം. 4 എന്ന് പറഞ്ഞാൽ ചതുശ്രം. ചതുശ്രം. ഇനി ഖണ്ഡം എന്ന് പറഞ്ഞാൽ 1 2 3 4 5 1 2 3 4 5. അത് ഖണ്ഡം. എന്താണ്? ഖണ്ഡം. ഖണ്ഡം. അപ്പൊ 3 4 5 6 എന്ന് പറയുന്നത് 3ന് ഡബിൾ തന്നെ. അപ്പൊ അത് തിശ്രം തന്നെ. ഇനിയാണ് നമ്മുടെ നായകൻ വരാൻ പോകുന്നത്. 7. നായകന്റെ പേരാണ് മിശ്രം. മിശ്രം. മിശ്രം എന്ന് പറഞ്ഞാൽ 2 ചേർക്കുന്നതാണ് മിശ്രം എന്നുള്ള വാക്കിന്റെ അർത്ഥം. അപ്പൊ 3+4 ആണ്. അതായത് തിശ്രവും ചതുശ്രവും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് മിശ്രം. മിശ്രം. അല്ലെ? അപ്പൊ ഇത് ഞാൻ ഇത്രയും പറയാൻ കാരണം ഈ 1 2 3 1 2 3 4 എന്ന് പറയുന്ന ആ സിങ്കോപ്പേഷനിൽ കൃത്യമായിട്ട് ഈ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ട്രെയിനിനെ നമ്മൾ എവിടെയും പിടിച്ചു നിർത്തരുത്. ട്രെയിൻ ഓടാൻ സമ്മതിക്കണം. അപ്പൊ 1 2 3 1 2 3 4 1 2 3 1 2 3 4 1 2 3 1 2 3. അപ്പൊ ഇപ്പൊ ഞാൻ ഏതൊക്കെ സിലബിളിൽ ഞാൻ സ്ട്രെസ് ചെയ്യുന്നുണ്ട്? 1 2 3 1 2 3 4 1 ഓരോ 2. റിപ്പീറ്റിലും 1 2 3 ആ 1 കൊടുക്കുന്നുണ്ട്, 1 2 കൊടുക്കുന്നുണ്ട്, 3 4 കൊടുക്കുന്നുണ്ട് അല്ലെ? 1 2 3 1 2 3 4 1 2 3 1 2 3 4. ഇത് മനസ്സിൽ കണ്ടിട്ട് ആ പല്ലവിന്ന് പാടും. പിന്നെ വേറൊരു കാര്യം, ഇതിങ്ങനെ നാട്ടുപാട്ടാണ്. അപ്പൊ നാട്ടുപാട്ട് കർണാട്ടിക് സംഗീതം ഒന്നും പഠിച്ചിട്ടല്ല വന്ന് പാടണേ. അതിങ്ങനെ തുറന്നു പാട്ടാണ് അല്ലേ? അപ്പൊ കുറച്ചുകൂടെ തുറക്കണം, ഹൃദയം തുറക്കണം, ശബ്ദവും തുറക്കണം. Come on. ഒരിക്കൽ നിറഞ്ഞും ഒരിക്കൽ മെലിഞ്ഞും ഒഴുകും പുഴ പോലെ ഇടയ്ക്കു തളിർക്കും ഇടയ്ക്കു വിളറും ഇവിടെ ജീവിതങ്ങൾ. 1 2 3 1 2. ഇവിടെ ജീവിതങ്ങൾ. ഒരിക്കൽ ആ സമം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഒരിക്കൽ നിറഞ്ഞും ഒരിക്കൽ മെലിഞ്ഞും ഒഴുകും പുഴ പോലെ. എല്ലാ സമവും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1 2 3 1 2 3 4 1 2 3. അതങ്ങനെ കിട്ടണം. അപ്പൊ ആ രീതിയിലൊന്ന് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അപ്പൊ അത് റിതം ഓറിയന്റഡ് ആയിട്ടും അതേസമയം ആ നാട്ടുപാട്ടിന്റെ ഒരു ലഹരിയൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതാണെങ്കിൽ ഇത് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും. ജസ്റ്റ് എ സജഷൻ കേട്ടോ, for you to understand, take and imbibe. Okay? Right to. Yes. മാർക്കറിയാ അപ്പോ? മണിക്കുട്ടാ, എന്തോ ഇന്നത്തെ ഈ റെൻഡീഷന് മോന് കിട്ടുന്ന മാർക്സ് 97.25 out of 100. താങ്ക് യു സർ. അപ്പോ ഓൾ ദ വെരി ബെസ്റ്റ്. അടുത്ത പ്രാവശ്യം പോയിട്ട് ഇതൊക്കെ ശ്രദ്ധിച്ചു വരണം. ബൈ ബൈ. ബൈ ബൈ. ബൈ. ഗുഡ് Bye, നൈറ്റ്. good night. ഗുഡ് നൈറ്റ്. ഇവിടെ ജീവിതങ്ങൾ. ഇനി പാടാനായിട്ട് നമ്മുടെ ജിതക്കുട്ടിയാണ് റെഡി ആയിട്ട് നിൽക്കുന്നത്. ലെറ്റ്സ് വെൽക്കം ജിത ഓൺ സ്റ്റേജ്. ഹലോ. ഇതാര്? കുറുക്കുമഴ കുറുകണ കുറുമ്പി പെണ്ണേ എൻ കണ്ണേ കറുത്ത വിഴിയിളകണതെന്തടി കള്ളി കരിങ്കള്ളി. ഇല്ലേ, ആ പടമല്ലേ? അതാണോ പാട്ട്? അല്ലല്ല, പാട്ട് ആ പാട്ടുമായി ബന്ധമുണ്ട് പക്ഷെ ആ മൂവിക്ക്. അതാണ് അല്ല, ആ സിനിമയിലുള്ള പാട്ടാണ്. ജിതുവിന്റെ ഡെഫിനേഷൻ പറഞ്ഞാ ഇപ്പൊ പാടിയതോ? അങ്ങനെ. ഇന്ന് ജിതു അല്ല, ഇന്ന് ജിതു അല്ല, ഇന്ന് തത്തപ്പെണ്ണാണ്. തത്തപ്പെണ്ണ. എനിക്ക് മനസ്സിലായി അത്. അതെനിക്ക് ആദ്യമേ മനസ്സിലായി. ഏതോ കുടമില്ല കടവിലാണ് യെസ്, അവിടെയുള്ള തത്തപ്പെണ്ണാണോ? യാ വൈ യു ആർ ഹിയർ? ഒരു പാട്ടൊക്കെ പാടി തന്നിട്ട് സന്തോഷിപ്പിച്ചിട്ട് പോവാ. പോവാന്ന് വിചാരിച്ചു. ചുമ്മാ അങ്ങനെ ചുമ്മാ അങ്ങനെ ഒന്ന് പാടിയിട്ട് സന്തോഷമായിട്ട് പൊക്കോളൂ. മാർക്ക് തന്നിട്ട് മാർക്ക് ഈ ജിതുവിന് എല്ലാ സ്റ്റൈലും ചേരും കേട്ടോ. മോഡേൺ ആണെങ്കിൽ അതും പറ്റും, ഇതുപോലെ നാടൻ വേഷം. അവളുടെ ബോഡി ലാംഗ്വേജ് അതുമായിട്ട് ചേരും. അതുകൊണ്ടാ ഒന്നും വിട്ടാ ഇങ്ങനെ ഏച്ച് കെട്ടിയ പോലെ ഉണ്ടാവില്ല. അത് എല്ലായിട്ട് കൊറേ കാലമായിട്ട് ഇതിട്ട് നടക്കുന്ന ഒരാളെ തോന്നുന്നു. കറക്റ്റാ പറഞ്ഞത്. ഉണ്ണിച്ചേട്ടൻ പറഞ്ഞ ജിതു ഒരു സംഭവമാണെന്ന്. ചെയ്യാറാ നല്ലോണം പാടിയിട്ടില്ലേം കാണാം കേട്ടോ. എല്ലാം പറഞ്ഞിട്ട് പഠിച്ചവന്റെ അറിയാം. മഴ പെയ്യണം ഇവിടുന്ന്. ഇവിടെ ഞങ്ങളുടെ പല പുതിയ സിസ്റ്റം ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ.
എന്താ അത് പറയില്ല, സീക്രട്ട്. സസ്പെൻസ്. ഓരോ പ്രാവശ്യം ഓരോന്ന് വരും. പരിപാടി. യെസ്. അപ്പൊ കുടമുല്ലക്കടവിലെ പുഴയരികിൽ വെള്ളിത്തിര പടം. യെസ്, ബാക്കി ഡീറ്റെയിൽസ് പറട്ടെ. മ്യൂസിക് അൽഫോൻസ് സാറ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പാട്ടും ഞാൻ അൽഫോൻസ് സാറിന്റെ പാട്ടാണ് Yes. പാടിയത്. പിന്നെ ലിറിക്സ് ഷിബു ചക്രവർത്തി സാറ്. ഇയർ 2003. ഫിലിം വെള്ളിത്തിര. യെസ്. പാടിയത് സുജാതമ്മ. ഓക്കെ. ഓക്കെ, കേൾക്കാല്ലേ പാട്ട്? യെസ്, പാട്ട് കേൾക്കാം.
അവനൊഴുകുന്ന പുഴയിൽ മതിവരുവോളം നീന്താൻ ഇനി നീയും പോരുന്നോ? കുടമുല്ലക്കടവിൽ നീ പുഴയരികിൽ ഉടയാട നനച്ചു കുളിക്കും പുലരൊളിയേ. അവനൊഴുകുന്ന പുഴയിൽ മതിവരുവോളം നീന്താൻ ഇനി നീയും പോരുന്നോ? മിടുക്കി. മീനുകൂടാ എന്തോ ഒരു ചെറിയൊരു പിച്ച് കൊടുക്കാമോ? മതിയോ? നീ ആ പിച്ച് ഇടാമോ? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നും റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നും പിച്ച്. രണ്ട് പിച്ചോ? രണ്ട് പിച്ച്. ഇവിടെ നിന്ന് പിച്ച് കിട്ടി, അവിടെ നിന്ന് പിച്ച് കിട്ടി. ആ ഇനി ആ പിച്ച്, ഈ പിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം. അപ്പൊ ആ പിച്ച് അതും അടിപൊളി. അതിലൊന്ന് പിച്ച് ചേർത്ത് ഫസ്റ്റ് പല്ലവി ഒന്ന് പഠിക്കാം. കുടമുല്ലക്കടവിൽ നീ പുഴയരികിൽ ഉടയാട നനച്ചു കുളിക്കും പുലരൊളിയേ. അവനൊഴുകുന്ന പുഴയിൽ മതിവരുവോളം നീന്താൻ ഇനി നീയും പോരുന്നോ? ഇതെന്ത് മറിമായം? നേരത്തെ പാടിയപ്പോ ശ്രുതി ചേർന്നില്ല, ഇപ്പൊ ചേരുന്നു. അതെന്റെ പിച്ചുണ്ട്. ആ ഈ പിച്ച് ആ പിച്ച് കൊണ്ട് സംഭവിച്ചതാണ്. ഇത് ആദ്യം ചെയ്യായിരുന്നില്ലേ? സോറി, ഞാൻ അറിഞ്ഞില്ല ഇവളിങ്ങനെ പിച്ച് മാറ്റുമെന്ന്. അപ്പൊ സെക്കൻഡ് ചരണത്തിന്റെ ബിഗിനിങ് ഇല്ലേ, അത് ഒരു പിച്ച് കൊടുത്തേ. Come on. ഇനി അവിടെ നിന്ന് പിച്ച് കൊടുത്തേ. ആ പിച്ച് ശരിയായില്ല കേട്ടോ. സ്റ്റാർട്ടിങ് ഞാൻ പറഞ്ഞു ചുമ്മാതിരുന്നാലിട നെഞ്ചിൽ കല്യാണഘോഷം കല്യാണഘോഷം. കല്യാണഘോഷം കണ്ണൊന്നടച്ചാൽ കള്ളക്കനവിന്റെ തോറ്റം. മീനുട്ടി എന്തോ പിച്ച് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ നന്നായി മച്ച്. വർക്ക് ചെയ്യുന്നുണ്ട്. മീനുട്ടിയുടെ പിച്ച് കാരണം പിച്ച് ചേരുന്നുണ്ട്. ഓ താങ്ക് യു അഭിഷേക്, താങ്ക് യു സോ മച്ച്. വല്ലാത്ത ഒരു മറിമായം തന്നെ. അതെ. ജിതു, എനിക്ക് തോന്നുന്നത് ഒരുപാട് എക്സ്പ്രഷൻസ് കൊടുത്തിട്ടുണ്ട്. പലയിടത്തും നല്ല നല്ല എക്സ്പ്രഷൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ എക്സ്പ്രഷൻസ് ഒന്നും ഫീൽ ചെയ്യാത്തതിന്റെ കാര്യം ഒരൊറ്റ കാര്യമാണ്, ആ പിച്ച് കിട്ടാത്തതിന്റെ നല്ല പ്രശ്നം. പിച്ച് കിട്ടാത്തതിന്റെ സത്യം. കേട്ടോ. അപ്പൊ അത് ഒരു എന്തോ എന്നോ പോലെ ആയിപ്പോയി. അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പാട്ടിലോട്ടൊന്ന് അങ്ങനെ അങ്ങ് സീറ്റഡ് കേറാൻ പറ്റുന്നില്ല പാട്ടിലേക്ക്. നമുക്ക് പാട്ടിലൊന്നും ഇരിക്കണ്ടേ, അത് ഇരിക്കാൻ പറ്റില്ല. പാട്ടിൽ നിൽക്കാനേ പറ്റുള്ളൂ. പക്ഷെ മൈക്ക് പ്ലേസ്മെന്റ്, മൈക്ക് ടെക്നിക്സ് ഒക്കെ സൂപ്പറാണ്. ചെരുവിൽ കുളിർമഞ്ഞു മുത്തിട്ട കാലം എങ്ങോ മറഞ്ഞു കുയിൽ ചിന്തു മൂളുന്ന നേരം. അത് ഫേഡ് ചെയ്തില്ലേ, ഇങ്ങനെ ഈ മൈക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പോകും. അത് നല്ല രസമായിരുന്നു കേട്ടോ. കാണാനും രസമായിരുന്നു. പക്ഷേ ഒരു സംഭവം ഉണ്ടായി, അവസാനം നിർത്തിയപ്പോ മാത്രം പിച്ച് കറക്റ്റ് ആയിരുന്നു. ആ ഫേഡ് ഔട്ടില് കൊണ്ട് എത്തിച്ച്. അപ്പൊ ഞാൻ വിചാരിച്ച് അവിടെയും കൂടെ അത് പറയേണ്ടി വരുമോ എന്നുള്ളൊരു കാര്യം വന്നപ്പോ ഇല്ല, അതിന് വ്യത്യാസം വന്നു. അത് സൂപ്പറാണ് ജിത്തു. പക്ഷെ വൈ ജിത്തു ബാക്കി, കാരണം ചില എക്സ്പ്രഷൻസ് ഒക്കെ, അതാണ് ടാലന്റ് എന്ന് പറയുന്നത്. ഒരുപാട് എക്സ്പ്രഷൻസ് ഇങ്ങനെ പലയിടത്തും അവിടെ ഇവിടെ ശ്രദ്ധിച്ച് പാടുന്നുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, ബിക്കോസ് നോട്ട് ഓൺ പിച്ച്. അപ്പൊ എന്ത് ശ്രദ്ധിക്കണം? പിച്ച്. അങ്ങനെ പിച്ച് കിട്ടാത്തപ്പോ മീനുട്ടിയെ വിളിക്കുക, എന്നെ വിളിക്കാൻ. മീനുട്ടിയുടെ ഒരു പിച്ച് അത് കിട്ടുക. മാത്രല്ല, പുറത്തുനിന്ന് ഞാൻ പിച്ചുമ്പോ നീ എന്നെ തിരിച്ചു പിച്ചരുത്. പക്ഷെ ഞാൻ നിന്റെ ഗുണത്തിന് വേണ്ടിയാ ചെയ്യുന്നത് വിചാരിക്കുക. ഓക്കെ 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 ഓക്കെ. മീനുന്റെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലേ? പിന്നെ ഉണ്ണിയങ്ങൾ വേണം ഒരു പിച്ച്. ആരും പറഞ്ഞില്ല, ഞാൻ തരും. ഒക്കെ ഞാൻ വാരിക്കോരി കൊടുക്കും ഇങ്ങനത്തതൊക്കെ. ആരും പറഞ്ഞില്ല ഇങ്ങനത്തെ. അതല്ലേ മീനൂട്ടി ഇവിടുത്തെ ഐശ്വര്യം എന്ന് പറയുന്നത്. നമ്മള് കണ്ട ആദ്യത്തെ ഞാൻ പിച്ചാനും ഉപദ്രവിക്കാനും തുടങ്ങിയ പിന്നെ എന്തോരം ഷോ ആ നന്നായി പാടുന്നതെന്ന്. കണ്ടോ, ഇതൊക്കെ പറയുമ്പോഴേ ജിതു ചിരിക്കുന്നുണ്ടെങ്കിലും മനസ്സിൽ വിഷമമുണ്ട് കേട്ടോ. അതെ. എനിക്കറിയാം, ഉണ്ട്, ഒരു സങ്കടം ഉണ്ട്, ചെറിയൊരു സങ്കടം. അങ്ങനെ ആയിപ്പോയി. അത് പാടി കഴിഞ്ഞപ്പോ തന്നെ ജിതുവിന് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് ജിതു അപ്പോഴേ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ. അത് അവൾക്ക് നല്ല ജലദോഷം ഉണ്ട്. അപ്പൊ അവള് വിചാരിച്ച പോലെ ഇത് പറ്റുന്നില്ല. അതിന്റെ വിഷമം. അതാണ്. അപ്പൊ ജലദോഷ് കുമാറിന്റെ കുഴപ്പമാണ് ഇതെല്ലാം. യെസ്, ഇവിടെ ഈ ജലദോഷ് കുമാർ നമ്മുടെ മൊത്തം ഈ കുമാർ കാരണം എല്ലാം എല്ലാവരും നശിപ്പിക്കുന്നു കുമാർ. കുഞ്ഞാറ്റയ്ക്ക് പാടാനേ പറ്റിയില്ല. അതെ. ശബ്ദമില്ല, വെളിയിലൊരു ശബ്ദമില്ല.
പിന്നെ ആർക്കായിരുന്നു എല്ലാവർക്കും കുമാർ അമൃതയ്ക്ക് കുമാർ ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇവിടെയും കുമാറിനെ കിട്ടി. ഈ കുമാറിനെ ഇവിടെ ആ കഴിഞ്ഞ പ്രാവശ്യം എനിക്കായിരുന്നു കുമാർ. മീനാക്ഷി ചേച്ചി ഞങ്ങക്ക് തന്നത്. എടി പോടി, അത് ശരി. നിനക്ക് ഇന്നലെ അല്ലേ വന്നത്? ഇതിനെല്ലാം കാരണം മീനുട്ടിയാണോ? നോണാ, ഇവക്ക് ഇന്നലെയാ കുമാർ വന്നതല്ലേ ചേച്ചി? ഇവക്ക് ഇന്നലെയാ വന്നത്, ഞാൻ എനിക്ക് ഇന്നലെ അല്ല. അല്ല മീനുട്ടിക്ക് കഴിഞ്ഞ ആഴ്ച ആയിരുന്നു. കഴിഞ്ഞ ആഴ്ചയായിരുന്നു. അത് മാറിയിട്ടുണ്ടായില്ല. ആരെങ്കിലും പോവാൻ വേണ്ടിട്ട് ഇങ്ങനെ അല്ല ആരെങ്കിലും ചാടാൻ വേണ്ടിട്ട് എന്റെ കുമാർ ഇങ്ങനെയല്ല. എല്ലാത്തിനും കാരണം മീനൂട്ടിയാണ്. പക്ഷെ എന്താ മീൻ ചേച്ചി, എടി എന്നെ വെച്ചുകൊണ്ടാ നീ നിലയിലെത്തിയത്, നീ മറക്കരുത് കേട്ടോ. അയ്യോ, മീനൂട്ടി ഐശ്വര്യം എന്ന് പറഞ്ഞത് മാറ്റി പറയേണ്ടി വരും. അതെ. പക്ഷെ എനിക്ക് അത്ഭുതമല്ലേ, ഈ എപ്പോഴും ഷൂട്ടിംഗ് ഫ്ലോസിലുണ്ടല്ലോ നല്ല പൊല്യൂട്ടഡ് ആയിരിക്കും. ആ പൊല്യൂഷനിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് നല്ല റെസിസ്റ്റൻസ് വേണം. അപ്പൊ ജിത്തുക്കുട്ടി ഇനി ശ്രദ്ധിക്കേണ്ടത് ആ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യാനാണ്. ഏതൊരു സർക്കംസ്റ്റാൻസിലും ആ വോയിസിനെ എഫക്ട് ചെയ്യാത്ത വിധത്തിൽ മോള് ഇത് ചെയ്യണം. ഫിസിക്കൽ സ്റ്റാമിന ഓർ വോക്കൽ സ്റ്റാമിന ഡെവലപ്പ് ചെയ്തെടുക്കണം. ദാറ്റ്സ് ഓൺലി വേ. നിർത്തിയതിന്റെ കുഴപ്പമാ. അത് നിർത്തരുതായിരുന്നു. അല്ല, തമാശയല്ല, ഞാൻ കാര്യമായിട്ട് പറയാം. വോക്കൽ സ്റ്റാമിന നിലനിർത്തണമെങ്കിൽ ഈ പൊല്യൂട്ടഡ്, ഇത് ഏത് ഷൂട്ടിംഗ് ഫ്ലോറും പൊല്യൂട്ടഡ് ആയിരിക്കും. അതില് വിൻ ചെയ്യുന്ന ആൾക്കാരെ എനിക്ക് ഭയങ്കര സല്യൂട്ട് ചെയ്യാൻ തോന്നും. കാരണം ഇത്രയും ഒബ്സ്റ്റക്കിൾസ് മറികടന്ന് ജയിക്കുന്നില്ലേ. സോ അതൊരു ശക്തിയാണത്. ആ ശക്തി ഡെവലപ്പ് ചെയ്തെടുക്കണം. പാട്ടിനെ കുറിച്ച് എന്താ പറയാറിപ്പോ? ഈ പാട്ട് എനിക്ക് തോന്നുന്നത് മോൾക്കൊന്ന് കുറച്ച് ഹൈ പിച്ച്ഡ് സോങ് അല്ലേ ഇത്? അപ്പൊ ഹൈ പിച്ച്ഡ് സോങ് വരുന്ന സമയത്ത് നാച്ചുറലി ദേഴ്സ് എ ടെൻഡൻസി ടു ഷൗട്ട് ചെയ്ത് സിംഗുന്ന സമയത്ത് ഐദർ ഇറ്റ് ബി ഷാർപ്പ് ഓർ യെസ്. അപ്പൊ അതാണ് ഇന്ന് പറ്റിയിട്ടുള്ള ഒരു അബദ്ധം. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ പാട്ട് വളരെ നന്നായി പാടാൻ ശ്രമിച്ചിട്ടുണ്ട്. ശ്രമം ശരിക്കും നടന്നിട്ടുണ്ട്. ശരിക്കും നിന്നില്ല. ആ പിച്ചിങ്ങിന്റെ യെസ്, ട്യൂണിങ്ങിന്റെ ഒരു പ്രോബ്ലം മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അത് ശ്രദ്ധിക്കണ്ടേ, കോമ്പറ്റീഷൻ അല്ലേ. അപ്പൊ നെക്സ്റ്റ് ടൈം വരുമ്പോഴേക്കും വോക്കൽ സ്റ്റാമിന ഡെവലപ്പ് ചെയ്യാം. അതിനെന്തൊക്കെയാ ചെയ്യാ? നല്ല ഭക്ഷണം കഴിക്കുക, വിറ്റമിൻ സി ഒക്കെ കഴിക്കുക. നല്ല കഴിക്കും. ഇവിടെ വന്നതിന് ശേഷം 4 കിലോ കൂടി. അതും 41 44 ഈ വെയിറ്റ് കൂടുന്നതും പ്രശ്നമാണ്. അപ്പൊ കുറച്ച് കുറയ്ക്കുകയാണ്. 45 വേണ്ടത്. 44 വരെ ഞാൻ എത്തിച്ച്. അപ്പൊ ഇന്നത്തെ കുറച്ച് കയ്യിന്ന് പോയി. മീനുവിന്റെ പിച്ച് കിട്ടിയിട്ടും ശരിയായിട്ടില്ല. മീനു ഒന്ന് ശ്രദ്ധിക്കണേ. ഞാൻ ശ്രദ്ധിക്കാം. ആദ്യം ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോ ആദ്യം പിച്ച് കൊടുക്കും. ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്കോട്ടെ, ഇപ്പൊ ശരിയാക്കി തരാം. യെസ്. അപ്പൊ ജിതു, നമ്മുടെ ഹെൽത്ത് നമ്മൾ തന്നെ നോക്കണം കേട്ടോ. ഇങ്ങനെ അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കോമ്പറ്റീഷനല്ലേ, നമുക്ക് പാടണ്ടേ പാട്ടൊക്കെ. യെസ്. അപ്പൊ ഇന്ന് എന്തായാലും പിച്ചാണ് വില്ലൻ. എടുത്തു പറയാനാണെങ്കിൽ ഓരോ വരിയുടെ അറ്റത്തെത്തുമ്പോഴും പിച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. ഇനി നീയും പോരുന്നോ, അതാദ്യം ഫസ്റ്റ് പല്ലവി തന്നെ ഇനി നീയും പോരുന്നോ പ്രശ്നമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അനുപല്ലവിയിൽ പ്രശ്നമായി. അനുപല്ലവി തുടക്കം, അനുപല്ലവി രണ്ടാമത്തെ വരി, അതുപോലെ ചരണത്തിന്റെ തുടക്കം. പിന്നെ പെട്ടെന്ന് ആ ഒരു ഇത് കുറഞ്ഞിട്ട് വരുന്നുണ്ടല്ലോ. ആ പോർഷനൊക്കെ പെട്ടെന്ന് അത് ഡ്രോപ്പ് ആവുന്നുണ്ടായിരുന്നു. അവിടെയും എല്ലാം ശ്രുതി ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ സന്ധ്യ തന്നല്ലോ നറു കുങ്കുമക്കുറി ചാന്ത്, ആ ചാന്തിന്റെ അറ്റത്തൊരു സംഗതി ഉണ്ടായിരുന്നല്ലോ. സന്ധ്യ തന്നല്ലോ നറു കുങ്കുമക്കുറി ചാന്ത് ചാന്ത് ചാന്ത്. യെസ്. അപ്പൊ അവിടെയൊക്കെ ചെറിയ 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 ഇഷ്യൂസ് ഇങ്ങനെ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ നോക്കുമ്പം ശ്രുതിയാണ് ഇന്ന് പ്രശ്നമായത് കേട്ടോ. അപ്പൊ അടുത്ത പ്രാവശ്യം അത് ശരിയാക്കാൻ നോക്ക്. ഓക്കെ, മിടുകയാണേ. ഓൾ ദി ബെസ്റ്റ്. അൽഫോൺസിന്റെ ഫസ്റ്റ് മൂവി അല്ലേ? വെരി ഫസ്റ്റ് മൂവി റെക്കോർഡഡ് ഇൻ അവർ സ്റ്റുഡിയോ ചെന്നൈ. അപ്പൊ ഞാൻ ഈ പാട്ട് കുറേ പ്രാവശ്യം കേട്ടിട്ടുണ്ട്. സുജു എനിക്ക് സ്റ്റീഫനാണ് ഇത് പ്രോഗ്രാം ചെയ്തത്. ഈ പാട്ട് കമ്പോസ് ചെയ്ത ബോംബെയിലൊക്കെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പാട്ട് ആ കാലത്ത് എനിക്ക് അറിഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ ഈ സിനിമ, ഈ വെള്ളിത്തിര എന്ന് പറഞ്ഞ സിനിമ എന്തുകൊണ്ടും നമുക്ക് മനസ്സിൽ നമുക്ക് എല്ലാവർക്കും എടുത്തു വെക്കാവുന്ന അതിന്റെ ഒരു വലിയൊരു കാരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആൽഫിയെ അതിൽ കൂടെ നമുക്ക് കിട്ടി എന്നുള്ളതാണ്. ഒരു കാമ്പുള്ള സബ്സ്റ്റൻസ് ഉള്ള ഒരു മ്യൂസിക് കമ്പോസറിനെ നമുക്ക് കിട്ടി എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ ഈ പാട്ടുകളും കേരനിരകളാടും, പിന്നെ ബിഗ് ബിയിലെ പാട്ടുകൾ, അങ്ങനെ എത്രയോ പാട്ടുകൾ എനിക്ക് വളരെയധികം റെസ്പെക്റ്റുള്ള, ഇഷ്ടമുള്ള എൻ്റെ പ്രിയപ്പെട്ട അനിയനാണ്. അനിയന്മാരെ റെസ്പെക്ട് ചെയ്യാൻ പാടില്ലെന്നുണ്ടോ? ഇല്ലല്ലോ. അവര് അത്രയും വലിയ ആൾക്കാരാകുമ്പോൾ നമ്മൾ റെസ്പെക്ട് ചെയ്യാം അല്ലേ? അപ്പൊ അങ്ങനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ഒരു മ്യൂസിക് കമ്പോസറും അനിയനുമാണ് ആൽഫി.
ആൽഫിക്ക് ഒരു ഹായ്. നല്ല അറേഞ്ച്മെന്റ് ഒക്കെ അല്ലേ? വെരി വെരി നൈസ്. യെസ്. ആൽഫി ഒരു ഉഗ്രൻ ഡാൻസർ ആണ്, അതറിയാമോ? ആ ഒരു പ്രാവശ്യം നമ്മുടെ എവിടെയാണോ കളിച്ചിട്ടില്ലേ? ഒരു സൂപ്പർ ഡാൻസർ ആണ്. നമ്മൾ ഞെട്ടി പോവും പെട്ടെന്ന്. ഒരു രക്ഷയില്ല. വെസ്റ്റേൺ ഡാൻസാ? ആ മൂൺ വോക്ക് അങ്ങനെയൊക്കെ നല്ല രസാ, ഭയങ്കര രസാ. ഭയങ്കര രസമാണ്. അപ്പൊ ആൽഫിക്ക് മൾട്ടി ടാലന്റഡ് ആണ് ആൽഫിയുടെ. അപ്പോൾ അതാണ് അൽഫോൺസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പൊ നമുക്ക് മാർക്ക് വേണ്ടേ? അപ്പൊ ഇന്നത്തെ മാർക്ക് പറയട്ടെ. 97 out of 100 for ജിതക്കുട്ടി ടുഡേ. ചുമ്മാതിരുന്നാലിട നെഞ്ചിൽ കല്യാണഘോഷം, കണ്ണടച്ചാൽ കള്ളക്കനവിന്റെ തോറ്റം, സന്ധ്യ തന്നല്ലോ നറുകുങ്കുമക്കുറി ചാന്ത്, സന്ധ്യ തന്നല്ലോ നറുകുങ്കുമക്കുറി ചാന്ത്, തൊടുകുറി ഇന്നലെ എത്ര മാർക്കാ മേടിച്ചേ? 98.5. അപ്പൊ ഫാമിലി നാളെ കൊണ്ടുവന്നാലേ നമ്മള് അതാണ് വാങ്ങൂ. സംഘബലം വേണം. പിച്ചിന്റെ കൂടെ ഒരു അടിയും കൊടുക്കട്ടോ. അയ്യോ, നീ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വെയിറ്റ് ചെയ്യണേ, ഞാൻ ഇപ്പൊ വരാട്ടോ. ബൈ ബൈ. മീനുകുടി എന്തോ എവിടെ നിന്നാണെന്ന് അറിഞ്ഞൂടാ, ആ. ഭയങ്കര കാപ്പീന്റെ മണം. കാപ്പീന്റെ ആ മണം? കാപ്പീന്റെ മണം. അത് ആര്യ ചേച്ചി 5-6 കാപ്പി കാപ്പീന്റെ മണം അതാണോ? ഇവിടുന്നാ, അവിടെ നിന്നാണല്ലേ? ഇവിടുന്നാണ് കോഴീന്റെ മണം എന്ന് പറഞ്ഞ മാതിരി. കാപ്പീന്റെ മണം. കാപ്പീന്റെ മണം നല്ലൊരു സുഗന്ധമാണ് കേട്ടോ. അത് കാപ്പിയുടെ. കുടിക്കാൻ വേണ്ടിട്ടുള്ളതാ. കുടിക്കാൻ വേണ്ടിട്ടാ. കുടിക്കാൻ വേണ്ടിട്ട് നല്ല രസമുണ്ട്. അപ്പൊ ഇന്ന് പാടാൻ വേണ്ടിട്ട് ആരാണ്? ഇന്ന് പാടാൻ വേണ്ടിയിട്ടും കാണാൻ വേണ്ടിയിട്ടും ഒക്കെ വരാൻ പോകുന്നത് നമ്മുടെ ജനീലിയ കുട്ടിയാണ്. ലെറ്റ്സ് വെൽക്കം ജനീലിയ കുട്ടി ഓൺ സ്റ്റേജ് ഓൺ മഴപ്പാട്ട് റൗണ്ട്. ഹലോ. വന്നു. എന്താ സംഭവം? ഒയ്യടാ, അല്ല യൂട്യൂബ് എല്ലാം കൂടെ. ഞാൻ നിന്നെ പിടിക്കില്ല, ഞാൻ നേരെ സ്വീറ്റ്സ് പിടിച്ചത്. അയ്യോ അയ്യോ അയ്യോ, എന്തൊക്കെയാ ഇത് കൊണ്ടുവന്നിരിക്കുന്നേ? എനിക്കുള്ള എന്തോ കൊണ്ടുവന്നിരിക്കുക. ചോദിച്ചു, ഞാൻ പറഞ്ഞില്ല, മറന്നു. Yes, yes, yes. ഞങ്ങള് വെയിറ്റിംഗ് ആയിരുന്നു ഇതിനു വേണ്ടി. ഇതൊക്കെ ആരെങ്കിലും മറക്കൂ? അതെ, സോറി. നല്ല ഉടുപ്പ് കേട്ടോ, താങ്ക് യു. നല്ല സുന്ദര ഉടുപ്പ്, നല്ല രസമുണ്ട് കാണാൻ. താങ്ക് യു. യെസ്, അപ്പൊ തന്നു. ഇതിങ്ങനെ മരിച്ചാൽ മതിയല്ലോ. ഓ ഇനോഗ്രേഷൻ കൈ അടിക്ക്. ഇനോഗ്രേറ്റഡ് ബൈ പ്രശസ്ത സംഗീത സംവിധായകൻ, ആ നല്ല മനുഷ്യൻ ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. മൈക്കൽ ജാക്സൺ. അതെ, മൈക്കൽ ജാക്സൺ. Yeah. മൊത്തം ഡേറ്റ്സ് ആണ്. Yeah, yeah. Yeah, yeah. It's ഡേറ്റ്സ് stuffings. ചോക്ലേറ്റ്. വെരി നൈസ്, ഗ്രാൻഡ് ആണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ജനീലിയ കുട്ടി. അബുദാബിന്ന് എനിക്ക് വേണ്ടി മാത്രം ഇത് കൊണ്ടുവന്നില്ല. താങ്ക് യു ട്ടാ. അപ്പൊ പാട്ട് മഴ ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇപ്പൊ അറിയാനുള്ള ഒരു അവസരമാണ്. അതെ. ബാക്കി ഡീറ്റെയിൽസ് കൂടെ അറിഞ്ഞിട്ട്. സിനിമ ഡോക്ടർ പേഷ്യൻ, വർഷം 2009, മ്യൂസിക് ബെന്നറ്റ് വി തിരാഗ് സർ, ലിറിക്സ് റഫീഖ് അഹമ്മദ് സർ, പാടിയത് ഹരിഹരൻ സർ. ഓക്കെ, യെസ്, വെരി നൈസ്. മേടിക്കും. അപ്പൊ പഠിക്കോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നന്നായി പാടണേ. മഴ ഞാനറിഞ്ഞിരുന്നില്ല, നിന്റെ കണ്ണുനീരിനുള്ളിലുതിരും വരെ വെയിൽ ഞാൻ
ശിശിരാഭിലാഷം പൂക്കും വസന്തഹർഷം വർഷസന്ധ്യാമോകാശവാരോ ആദിയാദി ദിനരാത്രമേതോ പാഴിലച്ചാത്തുപോൽ വീണൊഴിഞ്ഞു എന്റെ ഉള്ളിൽ നിൻ കാൽച്ചിലം പുണരും വരെ മഴ ഞാനറിഞ്ഞിരുന്നില്ല നിന്റെ കണ്ണുനീരിനുള്ളിലുതിരും വരെ വെയിൽ ഞാനറിഞ്ഞിരുന്നില്ല എന്റെ ഉള്ളിൽ നിൻ ചിരി നേർത്തു പടരും വരെ മഴ ഞാനറിഞ്ഞിരുന്നില്ല നിന്റെ കണ്ണുനീരിനുള്ളിലുതിരും വരെ അറിഞ്ഞിരുന്നില്ല, വിചാരിച്ചിരുന്നില്ല, കേട്ടിരുന്നില്ല, ഇങ്ങനെയൊക്കെ പാടാൻ പറ്റുന്നത്. താങ്ക് യു സർ, വെരി നൈസ്. താങ്ക് യു സർ. അതും എം ജെ അങ്കിള് ജലദോഷ് കുമാർ വെച്ചിട്ടാണ് പാടിയത്. ജലദോഷ് കുമാർ ഉള്ളതുകൊണ്ട് എന്താ വെച്ചാ ആ നേസൽ ശബ്ദം കുറച്ച് കൂടിയിട്ടുണ്ട്. ഒരു എനിക്ക് തോന്നുന്ന ഒരു 750 മില്ലിഗ്രാം കൂടിയിട്ടുണ്ട്. പക്ഷെ ഈ പാട്ടിന് അത് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ? അങ്ങനെ തോന്നിയില്ലേ? ശരിക്കും തോന്നി, അതെ. അപ്പൊ ഈ ശബ്ദം ഈ പാട്ടുമായിട്ട് ഇങ്ങനെ ആ നേസൽ ശബ്ദം കൂടി ചേരുന്ന അമൂല്യമായ എന്തോ ഈ പാട്ടിലേക്ക് കയറുമ്പോൾ ഈ പാട്ടിന് വ്യത്യസ്തമായ ഒരു മാനം വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നു മകളെ. താങ്ക് യു സർ. ഈ അറിഞ്ഞിരുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മള് അറിഞ്ഞിരുന്നില്ല എന്ന് പറയുമോ? ഇല്ലല്ലോ. ഇല്ല എന്നുള്ളത് വളരെ സൈലന്റ് ആയിരിക്കും. അപ്പോ ആദ്യത്തെ അറിഞ്ഞിരുന്നില്ല അല്ലേ, അത് ആ ല കുറച്ചും കൂടി സൈലന്റ് ആയാൽ അറിയുന്നത് പോലെ ഇല്ല, അറിയാത്തത് പോലെ ഉണ്ടാവും. മഴ ഞാനറിഞ്ഞിരുന്നില്ല. ആ അത് വേണ്ട. ഇല്ല. മഴ ഞാനറിഞ്ഞിരുന്നില്ല. ഒരു ചെറിയൊരു കാര്യമാണ് അത്. എക്സ്പ്രഷനിലും ആ പാട്ട് ബാക്കിയുള്ളവർ എടുക്കുന്നതിലുള്ള വ്യത്യാസം ഭയങ്കര ഭീകരമായിരിക്കും കേട്ടോ. ബി ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് കേട്ടോ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അടുത്തതിലുണ്ടായിരുന്നത് ഇല്ല. വെയിൽ ഞാനറിഞ്ഞിരുന്നില്ല. അത് ആ ഇല്ലായും വെയിൽ ഞാനറിഞ്ഞിരുന്നില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും സുഖമുണ്ട്. പിന്നെ എന്താ വെച്ചാ അവസാനത്തെ മഴ ഞാൻ അറിഞ്ഞില്ലേ ഒരു സംഗതി പാടില്ലേ, അത് ഹാറ്റ്സ് ഓഫ് ആണ്. താങ്ക് യു സർ. അത് സോൾ, സോളിനെ ഒന്ന് ടച്ച് ചെയ്തു. മഴ ഞാനറിഞ്ഞിരുന്നില്ല നിന്റെ കണ്ണുനീരിനുള്ളിലുതിരും വരെ. എനിക്ക് ആ പാട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാണ്. ഫേവറേറ്റ് പാട്ട് ഓഫ് ദ താങ്ക് യു. മാത്രമല്ല എനിക്കറിയാം വീതരാഗ് ആണോ പാടിയിരിക്കുന്ന പാട്ട് ആണോ? ഹരിഹരൻ സാറാ ഹരിഹരൻ സാർ. വീതരാഗ് പാടുന്ന ഒരു ശൈലി അതിനകത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പുള്ളി ഒരു ഉഗ്രൻ പാട്ടുകാരനാണ്, ആൻഡ് ഓൾസോ മ്യൂസിക് കമ്പോസർ. ബെന്നറ്റ് ഒരു ഉഗ്രൻ ഗിറ്റാർ പ്ലെയർ ആണ്, മ്യൂസീഷ്യൻ ആണ്. അപ്പൊ ഇവർ രണ്ടും കൂടെ ചേരുമ്പോ പറയേണ്ട ആവശ്യമില്ലല്ലോ. പാൽപായസത്തിനൂടെ കൽക്കണ്ട ഒരുപാട് ചേർത്ത പോലെ ഉണ്ടാവും അല്ലെ? ആ രീതിയിലാണ് അവരുടെ സംഗീതം. അത് ഈ പാട്ടിൽ വളരെ പൂക്കും വസന്ത ഹർഷം എന്ന് പാടിയില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ. ഗ്രീഷ്മാതപത്തിന്റെ ദാഹം പാറിയെത്തും ശിശിരാഭിലാഷം പൂക്കും വസന്തഹർഷം വർഷസന്ധ്യാമോകാശവാരോ. പിന്നെന്ന് വെച്ചാ ഇതിന്റെ ലിറിക്സ് ആണ് ഞാൻ നോക്കിയത്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഓരോ സീസൺസിലൂടെ കാലങ്ങളിലൂടെ കടന്നു പോകുന്ന പാട്ടാണ്. ഗ്രീഷ്മമുണ്ട്, അത് കഴിഞ്ഞിട്ട് ശിശിരം വരുന്നു, പിന്നെ വസന്തം വരുന്നു, പിന്നെ വർഷം വരുന്നു.
അങ്ങനെ അതിനു മുമ്പേ വേനലുണ്ടായിരുന്നു. വേനലൊക്കെ വരുന്നു. എല്ലാത്തിലൂടെയും നമ്മൾ കൊണ്ടുപോകുന്ന ഒരു ജേണി, യാത്രയാണ് ഈ പാട്ടെന്നുള്ളത്. അപ്പോൾ നീരൊഴുക്കിൻ തീരാത്ത ഗാനം എന്ന് പാടിയില്ലേ, നന്നായിരുന്നു, ഗംഭീരമായിരുന്നു. ദൂരങ്ങളിൽ നിന്നും ഏതോ, അത് അത്രയും ദൂരത്തിൽ എത്തിയില്ല എന്ന് തോന്നുന്നു. അതെങ്ങനെയായിരുന്നു? ദൂരങ്ങളിൽ നിന്നുമേതോ ആ ആ ഏതോ അതിലെ ആ ഗ്ലൈഡ്, അത് കൊള്ളാട്ടോ. താങ്ക് യു അത് സർ. അപ്പോഴും നന്നായിരുന്നു. താങ്ക് യു. ദൂരങ്ങളാണ് അവിടെ എനിക്ക് ഇഷ്ടപ്പെടായിരുന്നത്. അത് കുഴപ്പമില്ല, ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണേ. പക്ഷെ ബി ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. സ്മോൾ തിങ്സ്. Yeah. അപ്പൊ ഈ സ്മോൾ തിങ്സ് ആണ് മൊത്തം ഈ പാട്ടിലുണ്ടായിരുന്നത്. പക്ഷെ ദ ബിഗ് തിങ് ഇസ്, ഇത്രയും ജലദോഷ് കുമാർ വച്ചിട്ടും യു കുഡ് ക്യാരി ദ സോങ് വെരി ഇഫക്റ്റീവ്ലി. താങ്ക് യു സർ. അത് വളരെ നല്ല കാര്യമാണ്. താങ്ക് യു സർ. ആ അവസാനത്തെ സംഗതിയില്ലേ, അതൊരു $1 million സംഗതിയാണ് കേട്ടോ. താങ്ക് യു അത് സർ. നന്നായിട്ടുണ്ട്. താങ്ക് യു സർ. ഗംഭീരം. ജനേലിയ കുട്ടി, എന്തോ? ബ്യൂട്ടിഫുൾ റെൻഡിഷൻ. താങ്ക് യു സർ. നമുക്ക് ശരിക്കും അറിയാം, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ കോൾഡ് ഉണ്ട്, ബ്രെത്ത്ലെസ് ആവുന്നുണ്ട്. അവസാനത്തെ ഓരോ ലൈൻ പാടുമ്പോഴും അത് അവസാനിപ്പിക്കാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. എന്നാലും പാട്ടിൽ അത് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. താങ്ക് യു സർ. പാട്ട് ക്ലീനായിട്ട് പാടണം എന്നുള്ള ഒരു ശ്രദ്ധയോടുകൂടി പാടി ത്രൂ ഔട്ട് ദ സോങ്. നന്നായിരുന്നു, ബ്യൂട്ടിഫുൾ ആയിരുന്നു. കേൾക്കാനും കാണാനും, ആര്യയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ എന്താ പറയാ, കേൾക്കാൻ വേണ്ടിയിട്ട്, കേൾക്കാൻ വേണ്ടിയിട്ടും കാണാൻ കാണാൻ വേണ്ടിയിട്ടും വേണ്ടിയിട്ട്. താങ്ക് യു സർ. കോസ്റ്റ്യൂം അടിപൊളിയായിട്ട്, താങ്ക് യു സർ. സൂട്ട്സ് യു വെൽ. താങ്ക് യു സർ. ആൻഡ് സോങ് നല്ലൊരു സുഖമായിരുന്നു കേട്ടുകൊണ്ടിരിക്കാൻ. ഓക്കെ, സോ ടേക്ക് കെയർ. ഓക്കെ, താങ്ക് യു സർ. ഗുഡ് ലക്ക്. താങ്ക് യു സർ. ജനീലെ കുട്ടി, എന്തോ? ബ്യൂട്ടിഫുൾ സെലക്ഷൻ ഓഫ് സോങ്. താങ്ക് യു ചേച്ചി. നല്ലൊരു പാട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് ഹരിഹരൻ സാർ പാടുമ്പോൾ അറിയാം, അതിൽ ഒത്തിരി ഡീറ്റെയിൽസ് ഉണ്ട്. അതിൽ ഭയങ്കര സോൾഫുൾ ആയിരിക്കും. അദ്ദേഹത്തിന്റെ പാട്ട് തന്നെ അത്രയും ഡീറ്റെയിൽസും സോളും കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കും ആ പാട്ട് മുഴുവൻ. അതുപോലെ ഒരു പാട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, മഴ ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞ പാട്ട്. വേനൽനിലാവിന്റെ മൗനം, നീരൊഴുക്കിൻ തീരാത്ത ഗാനം, ദൂരങ്ങളിൽ നിന്നുമേതോ പാട്ടുമൂളും കുയിലിൻ സക്കാരം, ഇടുക്കിയായിട്ട് പാടി. എനിക്ക് ഓവറോൾ പാട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ഐ വാസ് തിങ്കിങ്, എന്താ പറയാ, ഒരു കാംനെസ് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് എസ്പെഷ്യലി കാണാൻ വേണ്ടിയിട്ടുള്ള കാംനെസ് ആണ് ഞാൻ പറയുന്നത്. ആ ബോഡി ലാംഗ്വേജിൽ വലിയ കാംനെസ് ഉണ്ടായിരുന്നില്ല. സ്ട്രഗിൾ ചെയ്ത് പാടുന്നത് പോലെ തോന്നുന്നുണ്ട്. അത് ഓരോ പ്രാവശ്യം ഓരോ വരി കഴിഞ്ഞിട്ടും ബ്രെത്ത് എടുക്കുമ്പോഴും എന്ന് പറഞ്ഞിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ആ മൈക്ക് മാറ്റുന്നതുകൊണ്ട് അപ്പം കണ്ണ് തുറന്നിട്ട് ഇങ്ങനെ പെർഫോമൻസ് ആയിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ കണ്ണ് തുറന്ന് കാണുമ്പോഴത്തേക്ക് ആ ഒരു കാംനെസ് ഉണ്ടായിരുന്നില്ല അവിടെ. ഒരു എനിക്ക് പക്ഷേ ഫസ്റ്റ് തിങ് രണ്ടും മൂക്കും ചെവിയും രണ്ടും അടഞ്ഞിട്ടുണ്ട്. സോ ഇറ്റ്സ് ക്വൈറ്റ് ഹാർഡ് ഫോർ മീ. അതുകൊണ്ട് ഞാൻ കുറച്ച് അതെ. അപ്പൊ അത് കാണാനുണ്ടായിരുന്നു, അത് കേൾക്കാനും ഉണ്ടായിരുന്നു. അത് ആക്ച്വലി അപ്പൊ പക്ഷെ കണ്ണ് പൂട്ടിയിട്ട് കേൾക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഒരു ഇതുണ്ട്. ഞാൻ പറയുന്നത് ഓവറോൾ ആ ഒരു ബോഡി ലാംഗ്വേജിലുള്ള ഒരു കാംനെസ്സിനെ പറ്റി പറയുകയാണ് കേട്ടോ. അത് ഇന്ന് കുറച്ച് കുറവായിരുന്നു തോന്നി. പിന്നെ ഈ പറഞ്ഞ പോലെ ബ്രെത്ത് കുറച്ച് ഡിഫിക്കൾട്ടായിരുന്നു. പക്ഷെ എന്നാലും ആ നേസൽ ടോൺ നല്ല രസമായിട്ട് ചേരുന്നുണ്ട് ഈ പാട്ടിന്. അത് എന്തോ ഒരു ബ്യൂട്ടി കൊണ്ടുവരുന്നുണ്ട് ഈ പാട്ടില് കേട്ടോ. മൊത്തത്തിൽ നല്ലതായിരുന്നു. ഓക്കെ, മിടുക്കിയായിട്ട് പാടി. നല്ല ഉടുപ്പ്. അഗൈൻ ഓൾ ദി ബെസ്റ്റ്. ആർക്കറിയാം ജനീലിയ കുട്ടി? ജനീലിയ കുട്ടി, എന്ത്? അപ്പൊ ഇന്നത്തെ മാർക്ക് അറിയണ്ടേ? കഴിഞ്ഞ എപ്പിസോഡിന് എത്രയായിരുന്നു മാർക്ക്? കഴിഞ്ഞ പെർഫോമൻസിന് 96.5. ഏത് റൗണ്ട് ആയിരുന്നു അത്? ബാബുരാജ് മാസ്റ്റർ. ഓക്കെ, അപ്പൊ ഇത് മഴപ്പാട്ട് റൗണ്ട്. അപ്പൊ നമുക്ക് പ്രോഗ്രസ് ഉണ്ട്. ഓക്കെ, അപ്പൊ എത്രയായിരിക്കും മാർക്ക്? അറിയില്ല, കുറച്ച് കൂട്ടിക്കോ. അറിയില്ല. ശരി, എന്നാ ഞാൻ പറയാം. ഇറ്റ് ഈസ് 97 out of 100 for ജനീലിയ. നിന്റെ കണ്ണുനീരിനുള്ളിലുതിരും വരെ വെയിൽ ഞാനറിഞ്ഞിരുന്നില്ല. എന്റെ ഉള്ളിൽ നിൻ ചിരിനീർപ്പ് പടരും വരെ. ജലദോഷം വെച്ച് നമ്മൾ 97 വാങ്ങി. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. ഗുഡ് നൈറ്റ്. ടേക്ക് കെയർ. ഉണ്ണിയങ്കിൾ, യെസ്, ഇനി നല്ലൊരു മെലഡിയാണ് നമ്മൾ ടോപ് സിംഗിൽ കേൾക്കാൻ പോകുന്ന. മാജിക്കൽ മെലഡിയാണ് റൗണ്ട്. ഓക്കെ.
ഈ മെലഡിയുമായിട്ട് നമുക്ക് ഈ പാട്ടിന്റെ മ്യൂസിക് ഡയറക്ടറിനെ അറിയാം. ആ നല്ലൊരു ചെറിയൊരു മനുഷ്യനില്ലേ? ചെറിയൊരു പരിചയമുണ്ട്. ചെറിയ പരിചയമുണ്ട്. നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു നല്ല മനുഷ്യനില്ലേ? ആ പുള്ളിക്കാരന്റെ പാട്ടുമായിട്ടാണ് വരാൻ പോകുന്നത്. വേറെ ആരുമല്ല, നമ്മുടെ ദിയക്കുട്ടിയാണ്. ലെറ്റ്സ് വെൽക്കം ദിയക്കുട്ടി ഓൺ സ്റ്റേജ്. ഇന്ന് ഷൂ ഇല്ല. ഷൂ ആണ് ആദ്യം നോക്കണേ. അത് ശരിയല്ലേട്ടാ. ഹായ് ദിയക്കുട്ടാ. സിഗ്നേച്ചർ പോയി. പക്ഷെ ബ്ലൂ ആണല്ലോ, ബ്ലൂ ലാവൻഡർ. ലാവൻഡർ, യെസ്. അപ്പൊ പാട്ട് ബ്ലൂ ആയിട്ട് ബന്ധപ്പെട്ടാണ് അല്ലെങ്കിൽ ലാവൻഡറുമായിട്ട് ബന്ധപ്പെട്ടാണ്? ബ്ലൂ ആയിട്ട്, Blue ആയിട്ട്. റോസും ആയിട്ട്. ഇതിപ്പോ അത് ഏതെങ്കിലും ഒരു ചെറിയ നല്ല മനുഷ്യന്റെ പാട്ടാണോ അത്? വലിയ നല്ല മനുഷ്യൻ. വലിയ നല്ല മനുഷ്യന്റെ പാട്ടാന്ന് പറഞ്ഞു. വേറെ എന്തൊക്കെ ക്ലൂ തരാൻ പറ്റും ആ മനുഷ്യനെ കണ്ടുപിടിക്കാൻ? 5 ക്ലൂ ആണ് വേണ്ടത്. ഒന്ന് വലിയ നല്ല വലിയ മനുഷ്യൻ, നല്ല മനുഷ്യൻ. താടിയുണ്ട്. താടിയുണ്ട്. Okay. പിന്നെ ടോപ്പ് സിംഗറിലൊക്കെ ജഡ്ജ് ആയിട്ടുണ്ട്. ആണോ? ക്ലൂ നമ്പർ 3 ഇപ്പൊ ഇവിടെ ഉണ്ട്. ആണോ? ഇപ്പൊ ഇവിടെ ഉണ്ട്. ഇത്ര ക്ലോസ് വന്നിട്ട് മനസ്സിലാവുന്നില്ല ആളെ. അതെ അതെ, ആരായിരിക്കും അത്? എന്തായാലും താടി ഇല്ലാത്തോണ്ട് ഉണ്ണിച്ചേട്ടനല്ല. ഭാഗ്യം. ആരാ ദിയക്കുട്ടി അത്? നമ്മുടെ സ്വന്തം എംജിയങ്കൾ. സ്വന്തം ഇപ്പൊ ബ്ലൂ റോസ് ആണ് അല്ലേ? അതെ. ജനുവരിയിൽ വിരിയുമോ അല്ലേ? ഈ പാട്ടിനെ പറ്റി ഒരു കഥയുണ്ട്. അതായത് ഈ പാട്ട് ഇറങ്ങിയ സമയത്ത് ഒരുപാട് ആൾക്കാർ പറഞ്ഞു, അതായത് ബെഥോവന്റെ ഫൂറലിസ് എന്ന് പറഞ്ഞ അത് കോപ്പി അടിച്ചു, എന്നിട്ട് ഇയാള് വലിയ മ്യൂസിക് കമ്പോസറായിട്ട് ഇങ്ങനെ ചമഞ്ഞ് നടക്കുന്നു എന്നൊക്കെ ആ സമയങ്ങളിൽ. യഥാർത്ഥത്തിൽ ഇതിൽ സംഭവിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡയറക്ടർ ശ്യാമപ്രസാദ് സാറാണ്. അപ്പോൾ അദ്ദേഹം എനിക്ക് പറഞ്ഞ ഒരു സോങ് സിറ്റുവേഷൻ ഇതാണ്. ഈ നായകൻ ഒരു പിയാനിസ്റ്റാണ് അകലെ എന്ന് പറഞ്ഞ സിനിമയിൽ. അപ്പം നായകൻ ആദ്യം ഫൂറലിസ് വായിക്കുന്നു, എന്നിട്ട് ആ ട്യൂണിൽ നമ്മൾ ഒരു പാട്ട് തുടങ്ങുന്നു വിത്ത് ലിറിക്സ്. എന്നിട്ട് അനുപല്ലവിയിലേക്ക് പോകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അതിൻ്റെ സെക്കൻഡ് ഫ്രേസിലേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ ഇയാളുടെ സ്വന്തം കോമ്പോസിഷനായിട്ട് മാറും. ഇതാണ് എനിക്ക് തന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ അതനുസരിച്ചാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ശരിക്കും എൻ്റെ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഈ പാട്ടിൽ അകലേ ഇനി അകലേ തരരാ തരതരതരേ ആ ഭാഗം തൊട്ടാണ് ശരിക്കും. അപ്പോൾ ഇത് ഒറിജിനലി ഇത് ഫൂറലിസ് എന്ന് പറഞ്ഞ ഏറ്റവും വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് കോമ്പോസിഷൻസ് ഇൻ വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക് ആണ്. അത് പിയാനോയിലാണ് അത് വായിക്കുക. അപ്പോൾ ഇത് ഈ ഒരു ഒറിജിനൽ സോങ്ങിൽ വായിച്ചിരിക്കുന്നത് ഒരു ഗ്രേറ്റ് ടാലൻറ്റ്, ഗ്രേറ്റ് ജീനിയസ് ആണ്. ഇപ്പോൾ ഇന്ന് ലിഡിയൻ നാസ്വരം എന്നൊക്കെ പറഞ്ഞ പോലെ ജൂലിയൻ ക്ലഫ് എന്ന് പറഞ്ഞിട്ട് ആ പയ്യൻ അന്ന് കൊച്ചു പയ്യനായിരുന്നു, ഇന്നിപ്പോൾ വലിയ ആളായിരിക്കും, എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഗ്രേറ്റ് ടാലൻ്റ് ആയിരുന്നു. അപ്പോൾ ജൂലിയൻ ക്ലഫാണ് ഇതിനകത്ത് വായിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വായിച്ചിട്ട് അതിൻ്റെ കൂടെ നമ്മൾ പാട്ട് പാടുകയായിരുന്നു. ഇത് അറിയാണ്ട് പോയത് എന്താ വെച്ചാൽ നമ്മൾ ഏകദേശം 9 പാട്ടുകൾ അകലേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഒരു സിനിമ അകലെ എന്നുള്ള പാട്ട് ഉൾപ്പെടെ ഒരു പാട്ടും സിനിമയിൽ വന്നില്ല. അപ്പോൾ ദിസ് വാസ് നോട്ട് ഷോട്ട് ഇൻ ദ വേ ശ്യാമപ്രസാദ് സർ വാണ്ടഡ് ഇറ്റ് ടു ഹാപ്പൻ. അപ്പോൾ അതുകൊണ്ട് പാട്ട് മാത്രം വന്നപ്പോഴത്തേക്കും ഇത് എല്ലാവരും ധരിച്ചത്, അതായത് ഞാൻ അത് മനസ്സിലാവാത്തതുകൊണ്ട് അപ്പോൾ ഞാനിങ്ങനെ കോപ്പി ചെയ്തു എന്നുള്ള രീതിയിലേക്ക് വന്നു. അത് കുഴപ്പമില്ല, എല്ലാ തെറ്റുകളും ഞാൻ എടുക്കാൻ തയ്യാറ് തന്നെയാണ്. പക്ഷേ അതിനകത്ത് ഇങ്ങനെയാണ്, സോ ഐ ആം ഇന്നസെന്റ് ഇൻ ദാറ്റ്. ഞാൻ എൻ്റെ ഡയറക്ടർ എന്നോട് എന്താണോ പറഞ്ഞത് അത് ചെയ്തു. അപ്പോൾ ഇതിപ്പോൾ ഒരിക്കൽ കൂടി ഇതിനൊരു ക്ലാരിറ്റി വരുത്തുകയാണ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിൽ അങ്ങനെ ഒരു ഗ്രേറ്റ് കോമ്പോസിഷൻ്റെ ഒരു ഭാഗമാകാനായിട്ട് ഈ ചെറിയ എനിക്കും സാധിച്ചു ഈ പാട്ടിലൂടെ എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ദിയക്കുട്ടി, ബാക്കി ഡീറ്റെയിൽസ്. ഫിലിം അകലെ, ഇയർ 2004, മ്യൂസിക് എംജിയങ്കൾ, ലിറിസിസ്റ്റ് ഗിരീഷ് പുത്തഞ്ചേരി സാർ, പാടിയത് സുജാത മാമും വേണുഗോപാൽ സാർ. യെസ്, പാടുക ബ്ലൂ റോസ്.
താങ്ക് യു. ബ്രില്യന്റ്. ബ്യൂട്ടിഫുൾ. ആഹാ. ദിയക്കുട്ടി, എന്താ സാർ? ഇതൊരു ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ആണ്. യെസ്. താങ്ക് യു സാർ. ഇനി അകലെ അലിവിൻ തിരയുടെ നുരകൾ. കാരണം അതിന്റെ ക്രിയേറ്റർ ഇവിടെ ഉണ്ട്. ആ ക്രിയേറ്റർ ഇവിടെ ഉള്ള സമയത്ത് ഈ വിസ്താരയുടെ ഒരു മൂഡില് ഒരു മായിക പ്രപഞ്ചം ഉണ്ടാക്കി. അത് വെറുതെ പറയുന്നല്ല, ശരിക്കും ഉണ്ടാക്കി. താങ്ക് യു സർ. ശരിക്കും ആ പാട്ടിൽ അലിഞ്ഞു ചേർന്നു. along with our backing vocals, beautiful ആയിരുന്നു അതും. ആൻഡ് എടുത്തു പറയേണ്ടത് സുശാന്ത്. Yeah. Sushant was flowing with the wind. Hats off to you. Throughout the song, you kept the consistency. You created that എന്താ പറയാ ഫീല്. ശരിക്കും ആ അറ്റ്മോസ്ഫിയർ ഒരു വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോയി. താങ്ക് യു സർ. ഹാറ്റ്സ് ഓഫ് ടു യു. താങ്ക് യു സർ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. എനിക്ക് മനസ്സ് നിറഞ്ഞു കേട്ടോ ദിയക്കുട്ടി ഇന്ന് പാടിയപ്പോഴത്തേക്കും. താങ്ക് യു സർ. അന്ന് വയ്യാതെ വന്നിട്ട് പിന്നെ ദിയക്കുട്ടി തിരിച്ചു വരവുകളുടെ ഒരു പാതയിലായിരുന്നു. അപ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നു യു ആർ ബാക്ക് എന്ന്. അപ്പോൾ അതിലെനിക്ക് ഒരുപാട് സമാധാനവും സന്തോഷമുണ്ട്. സന്തോഷം പോലെ തന്നെ സമാധാനമുണ്ട്. കാരണം ഏതെങ്കിലും കാരണവശാൽ ദിയക്കുട്ടി ഇവിടെ പെർഫോം ചെയ്യുന്നത് ദിയക്കുട്ടിയുടെ ടാലൻറ്റിന് അനുസരിച്ച് വരാതിരിക്കുന്നത് എനിക്ക് സങ്കടമാണ്. അതുകൊണ്ടാണ്. അപ്പോൾ അത് ടാലൻറ്റിനോട് ന്യായീകരണം ഓരോ നീതി പുലർത്തി. പെർഫോമൻസിൻ്റെ നീതി പുലർത്തണം. അപ്പോൾ അത് ഇന്ന് പുലർത്തി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം. താങ്ക് യു സർ. അതുകൊണ്ടാണ് ഇവിടെ നിറഞ്ഞു എന്ന് പറഞ്ഞത്. വരയിൽ വിരിയുമോ പ്രണയമായി പൊഴിയുമോ ഹിമമഴയിൽ നനയുമോ മെഴുകുപോലുരുകുമോ ശലഭമായി ഉയരുമോ. ടാലന്റ് മാത്രമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെയും ഞാൻ കണ്ടിട്ടുള്ളത്, നോക്കിയിട്ടുള്ളത്. അത്തരം ടാലന്റ് ഉള്ള ആൾക്കാരെയാണ് ഞാൻ എൻ്റെ കൈവെള്ളയിൽ എൻ്റെ സ്നേഹത്തോടെ ഞാൻ കൊണ്ടു നടന്നിട്ടുള്ളത്. ദിയക്കുട്ടിയും അങ്ങനെ തന്നെയാണ് ഞാൻ കാണുന്നത്. താങ്ക് ആ യു സർ. ലെവലിലാണ് ഞാൻ കാണുന്നതെന്ന് അർത്ഥം. അപ്പോൾ എക്സ്ട്രോണറി ആയിട്ടുള്ള ഒരുപാട് കേപ്പബിലിറ്റീസ് ഉള്ള ഒരാളാണ്. എപ്പോഴും ഞാൻ പറയാറുണ്ട്. പിന്നെ ഈസി എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഈസി എന്ന് പറഞ്ഞാൽ ഫ്രീഡം. നമുക്ക് ഒരു പൂട്ടുകളും നമ്മളെ കെട്ടിയിടുന്നില്ല. നമ്മളെല്ലാം ബ്രേക്ക് ചെയ്ത് ആ ലോകത്താണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്വയം മറക്കൽ പിന്നെ പറക്കൽ, അത് പ്രാക്ടീസ് ചെയ്യണം നമ്മൾ പെർഫോമൻസിൽ. അപ്പോൾ ആദ്യം ദിയക്കുട്ടിയാണെന്ന് തന്നെ മറക്കണം. ഞാൻ ദിയാണേ, അപ്പം ഞാൻ പാടുമ്പോൾ ഇങ്ങനെ ആവണമെന്ന് ഓരോ ലൈനിലും ദിയക്കുട്ടി ആലോചിച്ച് കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടല്ലേ? അത് ബുദ്ധിക്ക് മുട്ടുണ്ടാക്കും അല്ലേ? അപ്പോൾ അത് വേണ്ട. പിന്നെ പറക്കുന്നത്, ഒന്ന് മൈക്കൊന്ന് വാങ്ങിച്ചേ. ഒന്നുമില്ല, നമുക്കൊന്ന് പറക്കാം. റെഡിയാണോ പറക്കാൻ? അപ്പം നമുക്ക് ഗ്രാവിറ്റി ഇല്ല. ഗ്രാവിറ്റിയാണ് നമ്മളെവിടെ പിടിച്ചു വെക്കുന്നത്. നമ്മളിങ്ങനെ പറക്കുമ്പോഴത്തേക്ക് ഗ്രാവിറ്റി ഇല്ലെങ്കിലല്ലേ പറക്കാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ പറക്കുന്നതായിട്ട് ഒന്ന് മനസ്സിലോർക്കുക. ഞാൻ ചില സമയത്തൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. പാട്ടിൻ്റെ കൂടെ ഇങ്ങനെ പറക്കും. ഞാൻ പറക്കുന്നതായിട്ട് ഞാൻ വിചാരിക്കും അത് എനിക്ക് വേണ്ടി മാത്രമാണ്. അതൊരു അൾട്ടിമേറ്റ് സ്ട്രെസ് ബസ്റ്ററാണ്. അതൊന്ന് ട്രൈ ചെയ്യാം. ഇപ്പോൾ ഒരു ഇന്നർ ഹാപ്പിനെസ് ഉണ്ടാവും. നമുക്ക് എപ്പോഴും ഉണ്ടാവുന്നതല്ല ഇന്നർ ഹാപ്പിനെസ് എന്നുള്ളത്. നമ്മൾ പല കാര്യത്തിലും ഹാപ്പി ആയിരിക്കും. ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടി, ഹാപ്പിയായി. ഒരാൾ പാട്ടിനെ പറ്റി പറഞ്ഞു, അസലായി എന്ന് പറഞ്ഞാൽ ഒരു ഹാപ്പിനെസ് ഉണ്ട്. പക്ഷെ ഇന്നർ ഹാപ്പിനെസ് എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ഉള്ളിലുള്ള ഖനീഭവിച്ച് കിടക്കുന്ന പല പ്രശ്നങ്ങളെയും ഇല്ലാതാക്കുന്നത്. ജെനുവിൻ ഹാപ്പിനെസ്. ജെനുവിൻ ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ്. അപ്പൊ ആ ഇന്നർ ഹാപ്പിനെസ് ഉണ്ടാക്കുന്നതാണ്. ഇനി ആ പല്ലവി ബ്രേക്ക് ഫ്രീ ആയിട്ട് ഒന്ന് പാടുക. നീ ജനുവരിയിൽ വിരിയുമോ
വെരി നൈസ്. പിന്നെ വിരൽ മുനയേറ്റാൽ അവിടെ ഒരു ചെറിയൊരു ഒരു കിണുങ്ങ് ഒരു ഓർണമെന്റേഷൻ ഉണ്ടായിരുന്നു. അത് സൂപ്പർ ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സട്ടിലായിരുന്നത്. ദിയക്കുട്ടിയുടെ ആർട്ടിസ്റ്റിക് ഒരു അതിന്റെ ഒരു എൻറ്റവറിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സട്ടിലായിട്ടുള്ള പല കാര്യങ്ങളും ശ്രദ്ധിച്ച് മനസ്സിലാക്കി അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ദാറ്റ് ഇസ് ഗ്രേറ്റ് കേട്ടോ. റിയലി റിയലി ഗ്രേറ്റ് ആണ്. അപ്പോൾ ഇത് ആകെ മൊത്തം ടോട്ടൽ പറയുകയാണെങ്കിൽ ഇതിനകത്ത് എക്സ്പ്രഷൻസ് ഒരുപാടുണ്ടായിരുന്നു. ഒരു ദിയക്കുട്ടിയുടെ ഒരു കംബാക്ക് ആയിട്ട് ഇത് ഞാൻ കാണുന്നു. ഈ ഒരു കോൺഫിഡൻസോടുകൂടി അതാണ് എനിക്ക് പറയാനുള്ളത്. മാർച്ച് വിത്ത് കോൺഫിഡൻസ്. ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ അലട്ടാതിരിക്കണം. അതൊന്നുമല്ല നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മ്യൂസിക്കിലേക്ക് നമ്മൾ നടക്കുക എന്നുള്ളതാണ്. ടോപ്പ് സിംഗർ അതിനുള്ള ആദ്യത്തെ വഴിയായിട്ട് കണ്ടാൽ മതി. ഓക്കെ, ഇതിന്റെ റെക്കോർഡിംഗ് എക്സ്പീരിയൻസ് ഇത് ഓഫ് കോഴ്സ് സുജി ചേച്ചി, അതാ മൈ ഗോഡ്. അപ്പോൾ ചേച്ചി പാടുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര അതിലെ എക്സ്പ്രഷൻസ് ഒക്കെ ചിലത് ഇങ്ങനെ തേനൊഴുകുന്ന പോലെ ഇരിക്കും ചേച്ചി പാടുമ്പോഴത്തേക്കും. പിന്നെ വേണിച്ചേട്ടൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടുകാരനാണ് വേണിച്ചേട്ടൻ. അപ്പോൾ വേണിച്ചേട്ടൻ പാടുമ്പോഴും ആ ഒരു പ്രത്യേകതയുണ്ട്. വേണിച്ചേട്ടൻ്റെ ശബ്ദത്തിന് ഒരു പ്രത്യേകതയുണ്ട്. വേണിച്ചേട്ടൻ കൊണ്ടുവരുന്ന എക്സ്പ്രഷൻസ് മറ്റുള്ളവർ പോലെയല്ല, ഒരു വ്യത്യസ്തമായിരിക്കും. അപ്പോൾ വേണിച്ചേട്ടന് സ്വന്തം സിഗ്നേച്ചർ ഉണ്ട്. അപ്പോൾ ചേട്ടൻ്റെ സിഗ്നേച്ചർ എൻ്റെ സിഗ്നേച്ചറിലേക്ക് ചേർക്കാൻ ഉള്ള ശ്രമമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡ്യുവറ്റ് ആയിട്ട് ഇത് വന്നെന്നുള്ളതാണ്. ഒത്തിരി ഇഷ്ടപ്പെട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജൂനിയൻ ക്ലഫുമായിട്ട് റെക്കോർഡ് ചെയ്തതും മറക്കാൻ പറ്റാത്തതാണ്. തിരുവനന്തപുരത്ത് SS ഡിജിറ്റൽ സ്റ്റുഡിയോ എന്നുള്ള. പിന്നെ ആ കാലങ്ങളിലൊക്കെ ഞാൻ തന്നെ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അകലെ എന്നുള്ള പാട്ട് ഞാൻ പ്രോഗ്രാം ചെയ്ത, അതിൽ എല്ലാ പാട്ടുകളും ഞാൻ പ്രോഗ്രാം ചെയ്ത പാട്ടുകളാണ്. അപ്പോൾ വേറൊരു പാട്ട്, പ്രാവുകൾ കുറുകുന്നു മനസ്സിൽ പ്രണയം മുറുകുന്നു, അങ്ങനെ ഒരു പാട്ടുണ്ട്. അങ്ങനെ പല 9 പാട്ടുകളുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അത് സിനിമയിൽ വന്നില്ല. അത് എൻ്റെ വിധിയാണെന്ന് ഞാൻ വിചാരിച്ച് ഇപ്പോഴും ഞാൻ സമാധാനിക്കുന്നു. പക്ഷെ എന്നാൽ പോലും ആ കാലത്ത് അകലെ എന്നുള്ള ഒരൊറ്റ പാട്ട് കൊണ്ട് ഇതിന്റെ CDs ഒക്കെ ഒരുപാട് അധികം പോയിട്ടുണ്ട്. സിനിമയിൽ ഇല്ലെങ്കിൽ പോലും സിനിമയിൽ ഇല്ലാത്ത പാട്ട് സിനിമയ്ക്ക് വേണ്ടി ചെയ്തതാണെന്ന് കരുതി എല്ലാവരും മനസ്സിലേക്ക് എടുത്ത പാട്ടും കൂടിയാണ് ഈ ബ്ലൂ റോസും അതുപോലെ തന്നെ അകലെ എന്നുള്ള പാട്ട്. എന്താ ചേച്ചി, വാട്ട് എ കം ബാക്ക്. എനിക്ക് ഒത്തിരി സന്തോഷം അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് തന്നെ. കാരണം കുറേ നാളത്തെ പെർഫോമൻസ് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ട്, എന്താ പറയുക, ഹൃദയം നിറഞ്ഞുകൊണ്ട് ഒരു പാട്ട് കേൾക്കുന്നത് ദിയക്കുട്ടൻ്റെ അടുത്ത് നിന്ന്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ്. നല്ല രസമുണ്ട്. പല സ്ഥലങ്ങളും കേൾക്കാൻ വേണ്ടിയിട്ട് ആ ഡൈനാമിക്സ് ഒക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയിട്ടുണ്ട്. പിന്നെ MJ സാർ തന്നെ ഇരുന്നിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പം അതിൻ്റെ അപ്പുറം എനിക്കൊന്നും പറയാനൊന്നുമില്ല. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. പിടിക്ക് കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ഞാനിപ്പോ പറഞ്ഞ പോലെ നമ്മള് ഉള്ളിലുള്ള കൊണ്ടു നടക്കുന്ന കുറെ സ്ട്രെസ് ഉണ്ട്. അത് എക്സ്പെക്ടേഷന്റെ സ്ട്രെസ്സും കൂടെ ആയിരിക്കും. മറ്റുള്ളവർ എന്ത് എക്സ്പെക്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് സ്ട്രെസ് വരും. നമ്മുടെ എക്സ്പെക്ടേഷൻസ് തന്നെ നമുക്ക് സ്ട്രെസ് ഉണ്ടാകും. ഈ 2 എക്സ്പെക്ടേഷൻസ് ആണ്. അപ്പൊ എക്സ്പെക്ടേഷൻസ് ഇല്ലാതിരിക്കുക എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമുക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോയാലാണ് സ്ട്രെസ് ഇല്ലാതിരിക്കുന്നത്. അപ്പോഴാണ് ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ പാട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ് ഫ്രം യുവർ സെൽഫ് ഓർ ഫ്രം അതേഴ്സ്. അപ്പോൾ പാട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തന്നെ ഒരു സോളോ ട്രിപ്പാണ്. അത് ആ സമയത്ത് നമ്മൾ മാത്രമാണ്. അതൊരു നമ്മുടെ പേഴ്സോണയുടെ ഭാഗമാക്കി നമുക്ക് മാറ്റാൻ പറ്റുകയാണെങ്കിൽ പെർഫോമൻസിലൊക്കെ എപ്പോഴും മധുരമഴ പെയ്ച്ചുകൊണ്ടിരിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ദ എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിൽ. അപ്പോൾ ഈ പാട്ടിൽ ചില സ്ഥലങ്ങളിൽ ചെറിയ അവിടെ ചെറിയ ഇംപെർഫെക്ഷൻസ് ഉണ്ട്. പക്ഷേ അതിനപ്പുറമാണ് നമ്മൾ കാണുന്നത്. കാരണം ദിയക്കുട്ടിയുടെ കംബാക്ക് ആണ് 1. നമ്പർ 2, ചെറിയ മൈക്രോ പ്രശ്നങ്ങളാണുള്ളത്. ചില ഇടങ്ങളിൽ ഇമാക്കുലേറ്റ്ലി ബ്യൂട്ടിഫുൾ ആയിട്ട് അത് പാടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മാർക്ക് എത്രയാണ്? It's 100 out of 100 for ദിയക്കുട്ടൻ. ദിയക്കുട്ടിക്ക് അത്ഭുതമാണേ. ഒരു മധുരമഴ. ഔട്ട് ഓഫ് 100 കിട്ടി. നമ്മുടെ മധുരമഴ വന്നു. ഓഫ് കോഴ്സ് നമ്മുടെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണ്? ദിയക്കുട്ടൻ. ഡൗട്ട് എനി ഡൗട്ട് നമ്മുടെ ദിയക്കുട്ടിയാണ്. ഓക്കെ, അത് കൊടുക്കാൻ ആരെയാ നമുക്ക് വിളിക്കണ്ടേ? MJ അങ്കിൾ. Yes, I think MJ sir has to go. ആ മുണ്ടൊക്കെ എല്ലാരും കാണട്ടെ. ശലഭമായുയരുമോ
ഗിഫ്റ്റ് ആണ് ദിയ കുട്ടിക്ക്. ഒന്ന് നമ്മുടെ പവിഴം പ്രീമിയം കോക്കനട്ട് ഓയിലിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. പിന്നെ നമ്മുടെ ടോപ്പ് സിംഗറിന്റെ സൂപ്പർ സ്റ്റാറിന് കിൻഡർ മോക്സിന്റെ ഒരു സ്റ്റൈലിഷ് ഗിഫ്റ്റ്, ഒരു ഉടുപ്പ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു MJ അങ്കിൾ. താങ്ക് യു ദിയ കുട്ടി. ബൈ. നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. പ്രേക്ഷകരുടെ അടുത്ത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എല്ലാവരും നമ്മുടെ QR കോഡൊക്കെ സ്കാൻ ചെയ്ത് ഇഷ്ടമുള്ള കണ്ടസ്റ്റൻസിനൊക്കെ വോട്ട് ചെയ്യുന്നുണ്ട്. അവരെ 100% സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കണം കേട്ടോ. ഇന്ന് നമ്മൾ തൽക്കാലത്തേക്ക് ടാറ്റ പറയാണ്. നാളെ ഇതേ സമയം വീണ്ടും കാണും വരേക്കും എല്ലാ പ്രേക്ഷകർക്കും ടാറ്റ, ബൈ, സീ യു.